വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എനിക്കൊരു കാര്യം പറയാനുള്ളത്. ഞാൻ നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്നു കഴിയുമ്പോഴത്തേക്കും A1 ആൻഡ് B1 A1-ൻ്റെയും B1-ൻ്റെയും ഒരു ന്യൂ ബാച്ചോടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് April 15th. ആരെങ്കിലും ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ എനിക്ക് കോൾ ചെയ്യാം. ഞാൻ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ആൻഡ് ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ഇത് നാളെ എടുക്കേണ്ട വീഡിയോ ആണ്. ഡേ ബിഫോർ മൈ ഫ്ലൈറ്റ് എന്ന് വേണേൽ പറയാം, നാട്ടിലേക്ക് പോകുന്നതിന് മുന്നുള്ള ദിവസം. പക്ഷേ ഞാൻ ഓർത്തു ഇന്ന് എടുക്കാം, കാരണം ഇന്ന് ബുധൻ, നാളെ വ്യാഴം, വെള്ളിയാഴ്ച ഞാൻ ഇവിടെ നിന്ന് കയറും. അപ്പോൾ വ്യാഴം ടോട്ടലി സ്ട്രെസ്സായിട്ട് ഇങ്ങനെ നിൽക്കുന്നൊരു ഡേ ആയിരിക്കും. ബുധൻ എന്ന് പറഞ്ഞാൽ സ്ട്രെസ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ദിവസമാണ്. കാരണം സ്കൂളിലൊരു വർക്കുണ്ട് പെൻഡിങ്, അതുപോലെ വീട്ടിലെ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോഴും ഞാൻ ആലോചിക്കുന്ന വീട്ടിലേക്ക് ഇടാനുള്ള ഡ്രസ്സൊന്നും ഞാൻ എടുത്തു വെച്ചിട്ടില്ല, അവിടെ അലക്കി കിടക്കുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ കുറച്ചൊക്കെ ഇന്ന് ഇനി അലക്കാൻ കിടക്കുന്നുണ്ട്. അപ്പോൾ അത് അലക്കാൻ ഇറങ്ങണം. അപ്പോൾ എനിവേ നമുക്ക് ഇന്ന് നമ്മുടെ ഒരു എന്താ പറയുക, നാട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ഉള്ള ഒരു ദിവസം ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യണം. അപ്പം ബുധനാഴ്ചത്തെയും വ്യാഴാഴ്ചത്തെയും വ്ലോഗ് ഞാൻ ഒറ്റ വീഡിയോ ആയിട്ടായിരിക്കും ഇടുന്നത്. യെസ്, അപ്പോൾ അത് പാക്കിംഗ് വ്ലോഗ് കഴിഞ്ഞ ശേഷമായിരിക്കും വരുന്നത്. പാക്കിംഗ് വ്ലോഗ് 22 12 മണിക്കായിരിക്കും. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടായിരിക്കും നിങ്ങൾ ഇത് കാണുന്നത്. അപ്പോൾ എനിവേ യെസ്, ഇപ്പം ഞാൻ സ്കൂളിൽ പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. ചാടി ഓടി സ്കൂളിൽ പോട്ടെ. സ്കൂളിൽ പോയിട്ട് വേണം, സ്കൂളിലൊരു വർക്ക് ഉണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ. വലിയൊരു ലോഡ് വർക്കാണ്. ആ സാധനം സൺഡേക്കുള്ളിലാണ് സബ്മിറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ വെള്ളിയാഴ്ച പോയിട്ട് പിന്നെ നാട്ടിൽ പോകുന്നൊന്നും ചെയ്യൽ നടക്കില്ല. അതുകൊണ്ട് ഇന്നും നാളെ ആയിട്ടിരുന്നത് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ സ്കൂളിൽ പോയി എനിക്കൊരു 1 hour ഫ്രീ ഉണ്ട്. ആ ടൈമിൽ പോയിരുന്ന് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പം നമുക്കിനി സ്കൂളിൽ പോയ ശേഷം കാണാം. ബൈ ബൈ. സോ ഗൈസ്, അപ്പോൾ ഞാൻ വീട്ടിൽ വന്നിട്ട് കുറേ നേരം, ഇപ്പോൾ രാത്രി 9 something ഒക്കെ ആയിട്ടോ. ഞാൻ സിനിമ കണ്ടു ആൻഡ് കുറച്ച് പരിപാടികളുണ്ടായിരുന്നു, അപ്പോൾ അതിലൊക്കെ ഇൻവോൾവ്ഡ് ആയിരുന്നു. അപ്പോൾ അതാണ് ഞാൻ വ്ലോഗ് എടുക്കാണ്ടിരുന്നത്. അപ്പം ഇനിയിപ്പം വീട്ടിൽ കൊണ്ടുപോകുന്ന സാധനങ്ങൾ എടുത്ത് വെക്കേണ്ട ടൈം അതിക്രമിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം നാളെ ഒരു ദിവസം കൂടെ ഉള്ളൂ. എൻ്റെ എന്തോ ഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം. നാളത്തെ ദിവസം ഞങ്ങൾക്ക് ക്ലാസ് ഇല്ല. 2 പീരീഡ് ഡിലേ ആയിട്ട് പോകേണ്ട ക്ലാസ് ആയിരുന്നു. ലൈക്ക് 2 പീരീഡ് കഴിഞ്ഞിട്ടായിരുന്നു ക്ലാസ്സിൽ പോകേണ്ടത്. ആൻഡ് 3rd പീരീഡ് മുതൽ 7th പീരീഡ് വരെ ആയിരുന്നു ക്ലാസ് ഉണ്ടായിരുന്നത്. അപ്പോൾ 3rd ഉം 4th ഉം ടീച്ചർ വരുന്നില്ല, പുള്ളിക്കാരി ആബ്സെൻ്റ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ 5th മുതൽ പോയാൽ മതി, 5th 6th 7th. അപ്പോൾ അപ്പോഴത്തേനും ഉച്ചയായി. അപ്പോൾ ഒരു ഗ്രൂപ്പിലൊരു ഡിസ്കഷൻ വന്നു. അപ്പോൾ പിന്നെ ക്ലാസ്സിൽ പോകണം, ഓൺലൈൻ ക്ലാസ് എടുത്താൽ പോരെ എന്നുള്ളൊരു ഡിസ്കഷനായി. സോ ടീച്ചർ ഓൺലൈൻ ക്ലാസ് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നാളെ വീട്ടിലിരിക്കാം. എനിവേ അതൊരു നല്ല ഒരു ഇതായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നാളെ വീട്ടിലിരിക്കുമ്പോൾ ചെയ്തു തീർക്കാൻ കുറേ പരിപാടികളുണ്ട്. അപ്പോൾ ആ കൂടെ ഇന്ന് നമുക്ക് ബാഗ് ബാക്കിയോടെ പാക്ക് ചെയ്യാം. അപ്പോൾ അത് ഞാൻ ഈ വ്ലോഗിൻ്റെ അകത്ത് കുറച്ച് എടുത്ത് വെക്കാം എന്ന് ഞാൻ ആലോചിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ ബാഗ് എടുക്കട്ടെ. ഇത് ആക്ച്വലി എൻ്റെ ബാഗല്ല, ഇത് നന്ദുവിൻ്റെ ബാഗാണ്. കാരണം ഞാൻ ഇതാ കൊണ്ടുവന്നത്, വേറൊന്നും കൊണ്ടല്ല. എനിക്ക് ഓൾറെഡി 2 വലിയ ട്രോളി ഉണ്ട്. അപ്പോൾ അതവിടെ വെളിയിലിരിക്കുക, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതും ആൻഡ് ഒരു കുഞ്ഞി ട്രോളിയും കൂടെ എല്ലാം കൂടെ ഞാൻ മാനേജ് ചെയ്ത് പോകൽ പാടാണ്. കാരണം വെയിറ്റ് ഉണ്ട് അത്യാവശ്യം. ഞാൻ വെയിറ്റ് നോക്കിയായിരുന്നു. ഞാൻ പുതിയ സാധനം വാങ്ങിച്ചു വെയിറ്റ് തൂക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു സാധനം ഇല്ലേ, ഇത് വാങ്ങിച്ചു വെയിറ്റ് തൂക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു പെട്ടിയിൽ 20 കിലോ അടുത്തുണ്ട്, ഒരു പെട്ടിയിൽ 15-16 കിലോ അടുത്തുണ്ട്. പിന്നെ ഇതും ഒരു 4 കിലോ അടുത്തുണ്ട്. ഇതിൽ 7 കൊണ്ടുപോകാം. വെയിറ്റ് ഉണ്ട്, പക്ഷെ എവിടെ നിന്നാണ് എത്രയും വെയിറ്റ് എന്ന് ഉള്ളൊരു കേസ് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ എനിവേ ഞാൻ എൻ്റെ ബാക്കി കുറച്ച് സാധനങ്ങളോടുള്ളത് എടുത്ത് വെക്കട്ടെ. ഞാൻ എൻ്റെ ഇന്നർ വെയർ ഒക്കെ കൂട്ടിലാക്കി വെച്ചിരിക്കുമായിരുന്നു. ഇതാണ് ഇന്നർ സെറ്റ് ഞാൻ കൂട്ടിലെടുത്ത് വെച്ചിട്ടുള്ളത്. ഇത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതെല്ലാം ഇനി പാക്ക് ചെയ്ത് തിരിച്ച് കയറ്റണം. ഞാൻ ഓരോന്ന് സ്റ്റാർട്ട് ചെയ്യട്ടെ. ഹേ ഗായ്സ്, ആൻഡ് യെസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് പറയേണ്ട ആവശ്യമില്ല, ഓൾറെഡി ഞാൻ വീഡിയോ മറ്റേതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എനിവേ എന്നാലും വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. മുടി മൊത്തം കുളമായിട്ടിരിക്കുക, കാരണം ഇപ്പോൾ ഉറങ്ങി എണീറ്റുള്ളൂ. ആൻഡ് ഞാൻ സൂപ്പർ എക്സൈറ്റഡ് ആണ്. സത്യം പറയാം, ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞാൻ. എങ്ങനെയായിരുന്നു നാട്ടിൽ നിന്ന് ജർമ്മനിക്ക് വരാൻ വേണ്ടിയിട്ടുള്ള എക്സൈറ്റ്മെൻറ്റ്, ആ ഒരു സെയിം എന്തൊക്കെയാണ് എനിക്ക് നാക്കൊക്കെ കുഴയുള്ളൂ. എക്സൈറ്റ്മെൻറ്റ് തന്നെയാണ് ഇപ്പോൾ നാട്ടിലേക്ക് പോകാനായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമ്മളല്ല, ഞാൻ. നിങ്ങൾ എക്സൈറ്റഡ് ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ആൻഡ് പാക്കിംഗ് ഒക്കെ ഒരുവിധം കഴിഞ്ഞു. കണ്ടോ, അവിടെയൊക്കെ ഇരിക്കുന്നുണ്ട് ഇനി സാധനങ്ങൾ ബാഗിൽ കയറ്റാണ്ട്. യെസ്, 2 മിഠായി എടുത്ത് വെക്കാണ്ട്, കുറച്ച് കുപ്പി എടുത്ത് വെക്കാണ്ട്. കുപ്പി കുറച്ചല്ല, ഒരു കുപ്പി എടുക്കാണ്ട്, കുറച്ചുകൂടി ഡ്രസ്സ് എടുത്ത് വെക്കാണ്ട്. സോ ഗൈസ്, അപ്പോൾ ഇപ്പം ഞാൻ എന്താ ഫുഡ് കഴിക്കുകയാണ്. രാവിലെ കഴിക്കാനായിട്ട് ചോറും ചിക്കൻ കറിയാണ് കേട്ടോ.
കാണിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ മറന്നേ. അപ്പം ഇത് ഇന്നലെ ഉണ്ടാക്കിയതാണ്, ചോറും ചിക്കൻ കറിയും. അപ്പം ഇവിടുത്തെ ലാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്നാണ് പറയാൻ വീട്ടില്ല, ഇനി അടുത്ത മാസം. നന്ദു വർക്കിന് പോയി, ഞാൻ മാത്രമേ ഉള്ളൂ പോയിട്ടില്ല. ഞാൻ സ്കൂളിൽ പോകണ്ടായിരുന്നു, പറഞ്ഞ ഓൺലൈൻ ക്ലാസ്സാണ്. അപ്പം അതും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, എപ്പോഴാണെന്ന് എനിക്കറിയില്ല. ഒരു മെയിൽ അയക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ വെയിറ്റ് ചെയ്തേക്കും. അപ്പോൾ വീട്ടിൽ വിളിക്കുമായിരുന്നു. പിന്നെ പയ്യെ എടുത്ത് വെക്കലൊക്കെ പറഞ്ഞു. അതിൻ്റെ അടുത്ത് വെച്ച് എടുത്ത് വെക്കുമ്പോൾ വീഡിയോ കോൾ ചെയ്ത് എടുത്ത് വെക്കുന്നുണ്ട്. എല്ലാം ഉണ്ടോ, ഡോക്യുമെൻറ്റ്സ് എല്ലാം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും. പേരൻസിൻ്റെ ഒരു ആദി. അപ്പോൾ നമുക്കിനി ഒരു 1 hour ഉണ്ടെന്ന് തോന്നുന്നു. കാരണം 9 മണിക്കെന്നാണ് ക്ലാസ് ഇന്നലെ പറഞ്ഞതായിട്ട് എൻ്റെ ഒരു അറിവ്. ആ ഒരു ടൈമിൽ ഞാൻ എനിക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ കുറച്ചൊന്ന് ലിസ്റ്റ് ചെയ്ത് വെക്കാമെന്ന് വെച്ചു. ഇല്ലെങ്കിൽ മറന്നു പോകും. ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. ഓക്കെ, അപ്പം ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് ഷൂ ഞാൻ എടുത്ത് വെച്ചിട്ടില്ല, ഞാൻ കഴുകി വെച്ചിരിക്കുന്നുള്ളൂ. ഡോക്യുമെൻറ്റ്സ്, വീട്ടിലോട്ട് ഇടുന്ന ഡ്രസ്സ്, അത് ഒത്തിരി എടുക്കുന്നില്ല, കുറച്ച് എടുക്കുന്നുള്ളൂ. പിന്നെ ഓക്കെ, അനിയന് വാങ്ങിച്ചിരിക്കുന്ന കുറച്ച് സാധനങ്ങൾ. പിന്നെ എൻ്റെ മേക്കപ്പ് സാധനം എടുത്ത് വെക്കണം, മറന്നുപോയി. പിന്നെന്താ ഉള്ളത്? മേക്കപ്പ് സാധനം, ലാപ്പ്, ചാർജറ്, അതുപോലെ ഹെഡ്സെറ്റ്, അതിൻ്റെ ചാർജറ്, പിന്നെ യൂണിവേഴ്സൽ അഡാപ്റ്റർ എടുക്കണം. കാരണം എൻ്റെ ഫോണിൻ്റെ ചാർജർ ഇവിടുത്തെ പ്ലഗാണ്. അപ്പം അത് നാട്ടിൽ കൊണ്ടുപോയി കുത്താൻ പറ്റില്ല. യൂണിവേഴ്സൽ അഡാപ്റ്റർ. എന്തൊക്കെ എടുക്കാനുള്ളത്? കുളിക്കുന്ന സാധനങ്ങളെല്ലാം എടുത്ത് വെക്കണം. ഇതേ ഉള്ളൂ എന്ന് തോന്നുന്നു. പിന്നെ ആപ്പിളും സ്ട്രോബെറിയും വാങ്ങണം. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഭയങ്കര മധുരമുള്ള ഒരു ആപ്പിൾ കിട്ടും കേട്ടോ, നല്ല മധുരമുള്ള ഒരു ആപ്പിൾ കിട്ടും. അപ്പോൾ വാപ്പച്ചിക്ക് ആപ്പിൾ മധുരമുള്ളതും, പിന്നെ ഉമ്മച്ചിക്ക് ഞാൻ ഇവിടെ സ്ട്രോബെറി കഴിക്കുമ്പം കൊതിയാവും. ഞാൻ ഇങ്ങനെ കടിച്ച് കഴിക്കുമ്പോൾ കൊതിയാവും. നല്ല രസമല്ലേ, നല്ല കളറും മധുരം ഉണ്ട് അവിടുത്തെ സ്ട്രോബെറിക്ക്. എല്ലാത്തിനും ഇല്ല, ചിലതിനൊക്കെ മധുരമുണ്ട്. അപ്പം അത്യാവശ്യം നല്ല പഴുത്ത് നോക്കിയൊരു സ്ട്രോബെറി എടുക്കണം. പിന്നെ പഫ്സ് ഉണ്ടാക്കാനുള്ള ഷീറ്റും മുട്ടയും വാങ്ങണം. കാരണം നാളെ പിന്നെ ഒന്നും ഉണ്ടാക്കണ്ട. അപ്പോൾ പഫ്സ് എടുക്കുകയാണെങ്കിൽ ഞാനിവിടെ ഉച്ചയ്ക്ക് കയറിയാൽ ഞാൻ വൈകുന്നേരം ആവും, രാത്രി ഏകദേശം വൈകുന്നേരം ആവും, 7 മണിയടുത്ത് ആവും എയർപോർട്ടിലെത്തും. അപ്പോൾ എന്തെങ്കിലും വിശക്കൂലോ കഴിക്കാൻ. പിന്നെ നൈറ്റ് ഡിന്നറായിരിക്കും ഫ്ലൈറ്റിൽ നിന്ന് കിട്ടുള്ളൂ. അതുകൊണ്ട് പഫ്സ്. പിന്നെ വേറെന്താ, ഞാനിവിടെ തീരുമാനിച്ചു. അതായത് ഈ ബാഗിലുള്ള സാധനം ഉണ്ടല്ലോ, ഈ ബാഗിലുള്ള സാധനം ഫുള്ള് എൻ്റെ കുഞ്ഞി ട്രോളി ഉണ്ട് 7 kg കയറുന്നത്, അതിലേക്ക് എന്നെ ഷിഫ്റ്റ് ചെയ്യാന്ന് വെച്ചു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ബാഗ് ഇട്ടുകൊണ്ട് പോയി കഴിയുമ്പോഴത്തേക്ക് എനിക്ക് വേറൊരു ലാപ്ടോപ്പ് ബാഗ് എടുക്കാനായിട്ട് ഭയങ്കര പാടായിരിക്കും, രണ്ടും മാനേജ് ചെയ്യില്ല. അപ്പം മറ്റേ ട്രോളി ആണെങ്കിൽ ഒന്നിക്കൊണ്ട് നടന്നാൽ അത് വലിയ വിഷയമില്ല. പാക്കിംഗ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നല്ല പാടുണ്ടല്ലോ. കുറച്ചധികം കവറുകളുണ്ട് കേട്ടോ, എല്ലാവരുടെ വീട്ടിലേക്ക് സാധനങ്ങളൊക്കെ കൊടുക്കാന്ന് ഓർത്തിട്ട് ഞാൻ എടുത്താണ്. അപ്പം ഇവിടെ ഇഷ്ടം പോലെ കവറുണ്ട്. എപ്പോഴും ഈ ഡ്രസ്സൊക്കെ വാങ്ങുമ്പേ ഒത്തിരി കവറുണ്ട് കണ്ടോ. ഇതൊന്നും ഇവിടെ ഞങ്ങൾക്ക് ആർക്കും ആവശ്യമില്ല, പിന്നെ അത് കൊണ്ടാന്ന് ഓർത്തു. അപ്പം ഇതൊക്കെ വീട്ടിൽ വിളിച്ചു. കാരണം പാക്ക് ചെയ്യുമ്പോൾ ഉമ്മച്ചിനെ വിളിക്കണമെന്ന് ഉമ്മച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിളിച്ചു. അപ്പം സാധനങ്ങളെല്ലാം കുറച്ചുകൂടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ പെട്ടി വീണ്ടും 20 കിലോ തന്നെ, ഇതിപ്പോൾ 18-19 കിലോ എങ്ങാണ്ടായെന്ന് തോന്നുന്നു. ഇതിൻ്റെ അകത്ത് എൻ്റെ കുറച്ച് ഓർണമെൻറ്റ്സ് സ്വർണ്ണമെന്നല്ല കേട്ടോ, അതായത് വേറെ ഓർണമെൻറ്റ്സ് ഉണ്ടല്ലോ അത്, പിന്നെ സ്പ്രേ, എൻ്റെ സാധനങ്ങൾ, ഞാൻ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ. ഇത് ഒരു മേക്കപ്പ് ബോക്സ്, മേക്കപ്പ് ബാഗ്, ഇതും ഒരു മേക്കപ്പ് ബാഗ്, 2 മേക്കപ്പ് ബാഗായി. അതുപോലെ സ്ട്രൈറ്റ്നർ ഇനി എടുത്ത് വെക്കാനുള്ളതാണ്. അപ്പോൾ അതും ഞാൻ പെട്ടിയുടെ മുകളിൽ കയറ്റി വെച്ചു. യെസ്, അപ്പോൾ ഏകദേശമൊക്കെ ആയി ഇരിക്കുന്നു. പിന്നെ ഷൂ എടുത്തു വെച്ചു, എൻ്റെ ഡ്രസ്സ് എടുത്തു വെച്ചു. കുറച്ച് കാര്യങ്ങളോടെ ഉള്ളൂ. അതിനൊരു ഡോക്യുമെൻ്റ് മറക്കാണ്ട് എടുത്ത് വെക്കട്ടെ. ഇതും ഉണ്ട്, ഇതൂടെ കാണും. അപ്പം എനിവേ യെസ്,
ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി ഉണ്ട് കേട്ടോ ലിസ്റ്റ്. വൻ കോമഡി ആയിരുന്നു വീഡിയോ കോൺഫറൻസ് പറഞ്ഞിട്ട്. കഴിഞ്ഞിട്ടില്ല, ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് ആയിരുന്നു. സംഭവത്തിൽ കയറി ജോയിനൊക്കെ ആയി. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഗ്രൂപ്പ് ടൈലൻ ചെയ്യുന്നു, ആർക്കോ ഒന്ന് പണം വരയ്ക്കുന്നു, ഏതോ ഒന്നും മനസ്സിലാവുന്നില്ല. എന്നിട്ട് ഒരു ഗ്രൂപ്പിൽ നമ്മൾ 5 മിനിറ്റത്തേക്ക് ആഡ് ചെയ്യാന്ന് പറഞ്ഞു. എല്ലാവരും പോയി. ഒരു 2 സെക്കൻഡ് ഒന്നും മിണ്ടിയപ്പോഴത്തേക്കും വേഗം കട്ടായി ഇറങ്ങി. എന്താ സംഭവം അറിയത്തില്ല. ഇനിയിപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയ്യോ, ഇനി എനിക്ക് ടെൻഷനാവുന്നു. കാരണം പാക്കിംഗ് കൊണ്ട് കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ അതൊന്നും നടന്നിട്ടില്ല. Die alte Lernaufgabe hatte ich Ihnen ja eben zu Anfang schon gesagt, bitte vernichten. Ne? Nicht, dass jetzt, also, ne, das auch nochmal morgen, nochmal, wenn Sie auch vor Ort sind. സോ ഗായ്സ്, അങ്ങനെ കുറച്ച് നിമിഷങ്ങൾ മാത്രമായി ചുരുങ്ങുകയാണ് ഇന്നത്തെ ഒരു ദിവസം തീരാനായിട്ട്. യെസ്, അപ്പം ഞാൻ ഇപ്പോൾ കടയിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. കുറേ സാധനങ്ങളൊക്കെ മിസ് ഔട്ട് ആക്കി, അത് വാങ്ങാനുണ്ട്. ആൻഡ് ലാസ്റ്റ് ടൈം എൻ്റെ പീരിയഡ്സ് അറൈവ് ചെയ്തിരിക്കുന്നു. ഐ എം വെരി താങ്ക്ഫുൾ. യെസ്, അപ്പം ഇത് കുറേ പെൺപിള്ളേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും കേട്ടോ. അതായത് ഈ നമ്മളെങ്ങോട്ടെങ്കിലും ട്രിപ്പ് പോകാനൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ ഈ പീരീഡ്സ് വരാമെന്നുള്ളൊരു കേസ്. അത് എൻ്റെ കേസിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പീരീഡ്സ് വരുന്നതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. കാരണം പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ ആം ഓക്കെ. പിന്നെ ഈ പാഡ് ചേഞ്ച് ചെയ്യണം, അതൊക്കെ ഒരുമാതിരി വൃത്തികെട്ട പരിപാടിയാണ്. എനിക്ക് ഇഷ്ടമല്ല, മനസ്സിലായോ? അപ്പോൾ ഈ ട്രാവൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഭ്രാന്ത് പിടിക്കും. ഒന്നാമത് ഈ എയറോപ്ലെയിനിൽ പോകാന്ന് പറഞ്ഞാൽ അത്ര സുഖകരമായിട്ടുള്ള കാര്യമൊന്നുമല്ല. നമുക്ക് നല്ല പാടാണ്. ഒരുമാതിരി എന്താ പറയുക, ടയേർഡാവും ഭയങ്കരമായിട്ട്, ഉറക്കം ശരിയാവില്ല, അങ്ങനത്തെ കുറേ ഇഷ്യൂ വരും. അപ്പോൾ എനിക്ക് കഴിഞ്ഞ മാസം എനിക്ക് പീരീഡ്സ് ആയ ടൈമിൽ വയറുവേദനയോ നടുവേദനയോ ഒന്നും ഇല്ലായിരുന്നേ. ഇന്ന് 2-3 ദിവസം മുന്നേ എനിക്ക് കുറച്ച് വയറുവേദനയൊക്കെ എടുക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഇന്നലെ വീട്ടിൽ വിളിച്ചപ്പോൾ പറഞ്ഞായിരുന്നു പീരീഡ്സ് ആവാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത്. എനിവേ, തെറ്റിയില്ല, എൻ്റെ നിഗമനം ശരിയായിരുന്നു. സോ ഗൈസ്, അപ്പോൾ ഞാൻ നന്ദുവും സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്നു. ഞങ്ങളൊരു പോമസും ഒരു ബ്രാറ്റ് ബോസ്റ്റും പിന്നെ ചിക്കനും കഴിച്ചു. സോ ഗൈസ്, ഇപ്പോൾ വീട്ടിലൊക്കെ വിളിച്ചിട്ടിരിക്കണം. പിന്നെ നന്ദുവിൻ്റെ ഒരു പാട്ട് കേൾക്കാം, കാരണം എനിക്ക് തലവേദനയാണ്. ഓക്കെ, അതാ മന്ദാര ചെപ്പ് പാടാലോ, അതാണ് പാടിക്കുന്നത്. മന്ദാരച്ചെപ്പുണ്ടോ മാണിക്യക്കല്ലും കയ്യിൽ വാർമതിയേ, പൊന്നും തേനും വായമ്പൂമുണ്ടോ, പാനം പാടിതൻ തൂവലുണ്ടോ, ഉള്ളിൽ ആമോദത്തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു. മന്ദാരൽ ചെപ്പുണ്ടോ മാണിക്യക്കല്ലും കയ്യിൽ വാർമതിയേ. സോ ഗൈസ്, അപ്പോൾ നമ്മളിനി നമ്മുടെ വർക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ എൻ്റെ ഹെഡ്സെറ്റ് കുത്തിയിടാൻ വേണ്ടി പോവാണ്. ഹെഡ്സെറ്റ് കുത്തിയിട്ട ശേഷം ബാക്കി പരിപാടികൾ. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോകുന്നു. കാരണം ഷൂ അഴിച്ചിടുക, ഈ പാൻറ്റിൻ്റെ അടിയിൽ വേറെ പാൻറ്റുണ്ട്, അപ്പോൾ ജസ്റ്റ് ഇത് ഊരിക്കളഞ്ഞാൽ മതി. എന്നിട്ട് നമ്മൾ നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാം. അപ്പം നമ്മൾ ആദ്യം പോകുന്നത് അടുക്കളയിലേക്കാണ്. കാരണം അടുക്കളയിൽ ഇത് കൊണ്ടുപോകണം കേട്ടോ നാളെ കിടന്നോട്ടെ. അപ്പം അടുക്കളയിൽ പോയി ഇന്ന് വാങ്ങിച്ച കുറച്ച് സാധനങ്ങൾ അടുക്കളയിലുണ്ട്. അപ്പോൾ അത് മൊത്തം എടുത്ത് ഫ്രിഡ്ജിൽ തട്ടി കയറ്റുക. ദെൻ ഞാൻ വീട്ടിലേക്കായിട്ട് ആപ്പിൾ സ്ട്രോബെറി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. യെസ്, അപ്പോൾ ഇവിടുത്തെ ഫ്രൂട്ട്സ് കഴിക്കാൻ ഇവിടെ നിന്ന് ആയിരിക്കില്ല അത് മേ ബി, പക്ഷേ എന്നാലും അവർക്ക് വീട്ടിലുള്ളവർക്കൊരു ആഗ്രഹം കാണും. സോ ഞാൻ അതുകൊണ്ട് വാങ്ങിച്ചു. പിന്നെ എന്താണെങ്കിലും അടുക്കളയിലേക്ക് നീങ്ങാം, നന്ദുവിനെയും കൂട്ടാം. കമോൺ നന്ദു. അപ്പോൾ ഗൈസ്, പെട്ടീനകത്ത് നമ്മളിങ്ങനെ തൂക്കാൻ വേണ്ടി പോവാണ്. ലാസ്റ്റായി എല്ലാം ഇതിൻ്റെ അകത്ത് കയറ്റി. ഇനി ഇതിൻ്റെ അകത്ത് വേറെ ഒന്നും കയറ്റുന്നില്ല, കാരണം അത്രയും വെയിറ്റ് ആയി. നമുക്ക് തൂക്കി വെക്കാം. കറക്റ്റ് ഫോമല്ലേ കിടക്കുന്നേ? അതെ. ഒരു 21:30 കാണിച്ചാൽ നമുക്ക് വലിയ വിഷയമില്ല. അവിടെ പോകുമ്പോൾ 23 ലഗേജിന്റെ പാടുള്ളൂ. ആൻഡ് ഇതിൽ
മേക്കപ്പ് സാധനം കയറ്റാണല്ലോ. അപ്പോൾ നാളെ മേക്കപ്പ് ചെയ്തിട്ടോ. കാരണം നന്ദു ഇപ്പോൾ പറഞ്ഞു എയർലൈനിൽ ഫൗണ്ടേഷനൊന്നും അലൗഡ് അല്ല. അപ്പം ഞാൻ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ ശരിയാണ്, ഫൗണ്ടേഷനൊന്നും അലൗഡ് അല്ല എന്നാണ് കാണിച്ചേക്കുന്നത്. നമ്മുടെ കയ്യിൽ പിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇവിടെ നിന്ന് മേക്കപ്പ് ചെയ്തിട്ട് വേണം ഇനി പോകാൻ. എന്താണ് ബാക്കി ഇന്ന് കോക്കറി കാണിക്കണ്ടേ. അപ്പോൾ ഇനി എടുത്തു വെക്കാനുള്ളത്, ഞാൻ ആ ബാഗിൽ ഡോക്യുമെന്റ്സ് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ജാക്കറ്റ് കയ്യിൽ എടുക്കാന്ന് ഓർത്തു, കാരണം ജാക്കറ്റിന് വെയിറ്റ് ഉണ്ടല്ലോ, അതുകൊണ്ട് ജാക്കറ്റ് കയ്യിലെടുക്കുക. ഇനി സ്ട്രോബെറി ഉണ്ട്. സ്ട്രോബെറി അപ്പം ഏതെങ്കിലും എനിക്ക് തോന്നുന്നു നമുക്ക് ബെറ്റർ ഓപ്ഷൻ എന്തെങ്കിലും ഒരു കവറിലിട്ടിട്ട് കൊണ്ടുപോയാലോ. കവറല്ല, പാത്രത്തിൽ ഇട്ടിട്ട് കൊണ്ടുപോയാലോ. അപ്പൊ അത് അങ്ങനെ ചെയ്യാം. ബാക്കി സ്ട്രോബെറി കഴിക്കുകയും ചെയ്യാം. എല്ലാം കയറില്ല പാത്രത്തിൽ. മധുരം ഉള്ളത് നോക്കിയിട്ട് പാത്രത്തിലിടാം. അപ്പോൾ പിന്നെ അതായി. ഇനി എന്നെ എടുത്ത് വെക്കാനുള്ള, ഇനി നാളെ സ്കൂളിൽ പോകുമ്പോൾ ഞാൻ ഈ ബാഗ് കൊണ്ടുവെക്കോളാം. ഇതും എൻ്റെ സ്കൂളിലെ ബാഗ് ഞാൻ കൊണ്ടുവെക്കോളാം. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു കൊണ്ടുവന്നോളാം എല്ലാം. നന്ദു ഇത് തിരിച്ചെല്ലാം കൊണ്ടുവന്നെ, സ്കൂളിലെ ബാഗും എല്ലാം. അത്യാവശ്യം വെയിറ്റ് വേണം. ഏതൊക്കെ സ്കൂളിലെ ബാഗ് ഞാൻ കൊണ്ടുപോകും. അതിനകത്ത് ഞാൻ ഫയൽ കൊണ്ടുപോകുന്നില്ലെന്ന് വെക്കാം. ഫയലില്ലാണ്ട് ഞാൻ പൊക്കോളാം. എന്നിട്ട് ബാക്കി സ്കൂളിലെ 2 ബുക്കും ഒരു ഫോൾഡറും ഉണ്ട്. കട്ടിയുള്ള ബുക്കാ. തിരിച്ചുകൊണ്ടോ, കാരണം ക്ലാസ് കഴിയല്ലേ, അതുകൊണ്ട് തിരിച്ചുകൊണ്ടോ. 1 വർഷം കഴിഞ്ഞോ? 1 വർഷമല്ല, ഇപ്പോഴത്തെ ക്ലാസ് കഴിയല്ലേ, ഇനി വർക്കല്ലേ. അതുകൊണ്ട് ആരും ഇനി ക്ലാസ്സിൽ പോകുന്നില്ലല്ലോ, അതുകൊണ്ട് തിരിച്ചു കൊണ്ടുവന്നെ. ആൻഡ് ഈ സാധനം എനിക്ക് നാട്ടിൽ കൊണ്ടുപോകാൻ പറ്റും. എന്തിനാലും കൊണ്ടുപോകണം. ഇവിടെ എനിക്കിനും പെട്ടി നോക്കണ്ടേ, നീ ഇങ്ങോട്ട് പോകാനിപ്പം. പിന്നെ ബാക്കി നാളെ പോകുമ്പോൾ ഇടാനുള്ള ഡ്രസ്സും അതുപോലെയുള്ള സാമഗ്രികളൊക്കെ ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് ഇടുന്ന കമ്മല്. സൂം ചെയ്ത് കാണിച്ചു കൊടുത്തേക്കാം. അത് ഇതാണ് ഇടുന്ന കമ്മല്. അപ്പൊ ഏകദേശം കഴിഞ്ഞു എന്ന് തോന്നണൂല. ആ പേപ്പർ എന്തൊരു ബുക്ക് ഉണ്ടായിരുന്നല്ലോ ഇവിടെ. സമാധാനം ഇല്ല ഗൈസ്, നാളെ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ഡോക്യുമെന്റ്സ് കൊടുത്തു, എൻ്റെ ഷൂ എടുത്തു, വീട്ടിലിരുന്ന ഡ്രസ്സ് എടുത്തു, 2 എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ കോൺട്രാക്ട് പേപ്പർ എടുത്തു, നിസാമിൻ്റെ വെള്ളക്കുപ്പി എടുത്തു, കുളിക്കുന്ന സാധനം കുളിച്ചിട്ടില്ല, കുളിച്ചിട്ട് അത് എടുത്തു വെക്കാം. പിന്നെ ലാപ്പിൻ്റെ ചാർജർ എടുത്തു, ഹെഡ്സെറ്റിൻ്റെ ചാർജർ ഹെഡ്സെറ്റ് കുത്തിയിട്ടേക്കാം. പിന്നെ യൂണിവേഴ്സൽ അഡാപ്റ്റർ എടുത്തു, പിന്നെ ഹെയർ സ്ട്രൈറ്റ്നർ എടുത്തു. പിന്നെ ആപ്പിള് സ്ട്രോബെറി എടുത്തേക്കേണ്ട. മുട്ട പപ്സ് ഉണ്ടാക്കണം, മറക്കരുത്. ജിം വെയർ അത് എടുത്തിട്ടില്ല, ആ പാൻറ് എടുത്തിട്ടില്ല. അതല്ല മറ്റേ സാധനം അതിൽ അത് എടുക്കണ്ട, കുഴപ്പമില്ല. അപ്പം ബാക്കിയെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, സെറ്റായി. ആൻഡ് ഇനി ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. കാരണം ഇനിയിപ്പോൾ പോയി കുളിക്കണം, കുളിക്കണം. പിന്നെ സാധനങ്ങൾ എടുത്തു വെക്കണം. നല്ല തലവേദന ഉണ്ട്, നാളെ രാവിലെ ഞാൻ പോവും. അപ്പോൾ ഈ വീഡിയോ എനിക്ക് ഇനി എഡിറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇന്ന് ഉറങ്ങാട്ടിരിക്കാൻ നാട്ടിൽ നിന്ന് ജർമ്മനിക്ക് വരുന്നതല്ലല്ലോ, ഇവിടെ നാട്ടിലേക്ക് പോകുന്നതല്ലേ. അപ്പോൾ ഇന്നിനി കംപ്ലീറ്റ് ചെയ്തു. കാരണം നാളെ ഈ വീഡിയോ എനിക്ക് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാനുണ്ട്. അടുത്ത ദിവസത്തേക്ക് പോസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നാലും എനിക്ക് ട്രാവൽ വ്ലോഗ് എടുക്കാൻ പറ്റില്ല. കുറച്ച് അടിപൊളിയായിട്ടുള്ള സ്പേസ് ഉണ്ടാവില്ല. സ്പേസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് വെക്കണം. ബാക്കിയുള്ള എല്ലാ ഫോട്ടോസും വീഡിയോസും ഒക്കെ എൻ്റെ കളഞ്ഞിട്ട് വേണം എനിക്ക് സ്പേസ് ആക്കി എടുക്കാൻ. യെസ്.